ഷാനവാസിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് ലക്ഷ്മി മോർണിംഗ് ടാസ്കിൽ. ഷാനവാസ് അനീഷിനെ പറ്റിച്ചു, ചതിച്ചു എന്നാണ് പറയുന്നത്. ഒരു സുഹൃത്തെന്ന് പറയുമ്പോൾ ആ സുഹൃത്തിൻ്റെ എല്ലാ വശങ്ങളും അറിഞ്ഞിട്ട് വേണം സുഹൃത്താക്കാൻ. ഇവിടെ ഷാനവാസ് അനീഷിൻ്റെ കൂടെ കൂടി അനീഷിനെ പറ്റിക്കുകയായിരുന്നു, അനീഷിനെ വഞ്ചിക്കുകയായിരുന്നു എന്നാണ് നമ്മുടെ ലക്ഷ്മി പറയുന്നത്. അതായത് അനീഷിന് പുറത്ത് അത്യാവശ്യം സപ്പോർട്ടൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് മനസ്സിലാക്കി ഷാനവാസ് അനീഷിനെ ഒരു ഫ്രണ്ടായിട്ട് നിർത്തി അതിൻ്റെ ഒരു പങ്ക് പറ്റാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ട് തനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെന്നും ലക്ഷ്മി പറഞ്ഞു. ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഓരോ ആളുകളായിട്ട് എഴുന്നേറ്റ് വന്ന് ആ വീട്ടിലുള്ള ഒരു നായകനെയും നായികയെയും സഹനടന്മാരെയും വില്ലന്മാരെയൊക്കെ സെലക്ട് ചെയ്യണം. അപ്പോൾ ലക്ഷ്മി നായകനായിട്ട് സെലക്ട് ചെയ്ത അനീഷാണ്, വില്ലനായിട്ട് സെലക്ട് ചെയ്ത ഷാനവാസ് അവിടെ തൻ്റെ ആവശ്യത്തിന് വേണ്ടി ഓരോ ആൾക്കാരെ ഗംഭീരമായ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ലക്ഷ്മി പറയുന്നത്. ഷാനവാസിനെ വിശ്വസിക്കാൻ കൊള്ളുന്നെന്നും ഷാനവാസ് ചതിയനാണെന്നും ഏത് നിമിഷവും അനീഷിനെ പിന്നിൽ നിന്ന് കുത്താൻ കെൽപ്പുള്ള ഒരാളാണ് ഷാനവാസ് എന്നൊക്കെ നമ്മുടെ ലക്ഷ്മി പറയുന്നുണ്ട്. എന്തായാലും ലക്ഷ്മി ഈ പറഞ്ഞത് ഒരു പരിധിവരെ ശരിയാണെന്ന് തോന്നിയിട്ടുണ്ട്. കാര്യം ആദിലേക്കും നൂറയ്ക്കും വേണ്ടിയാണ് ഇപ്പോൾ ഷാനവാസ് അവിടെ പ്രവർത്തിക്കുന്നത്. ഇവർ മൂന്ന് പേരും കൂടി ഒരു ഗ്രൂപ്പായി നിന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരെ അറ്റാക്ക് ചെയ്യുന്ന പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ അക്ബർ ആയാലും അനീഷ് ആയാലും ഇവരെല്ലാവരെയും ഇവർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നിൽ നിന്ന് കുത്തുന്ന ചതിയനാണ്, വില്ലനാണ് ഷാനവാസ് എന്നാണ് ലക്ഷ്മിയുടെ ഇപ്പോഴത്തെ നിലപാട്.